കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സൗരസൗരന്മാർക്കും ഞാൻ സ്നേഹവന്ദനം പറയുകയാണ്. ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ചില വിശ്വാസികളെ മാത്രം സാത്താൻ അഥവാ പിശാച് ഉപദ്രവിക്കുന്നു എന്നുള്ളതാണ്. അനേക വിശ്വാസികളെ സാത്താൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, സാത്താൻ വിശ്വാസികളിൽ അനേകരെയും സാത്താൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. വളരെ അപൂർവം ചിലരെ മാത്രമേ സാത്താൻ ഉപദ്രവിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ പിശാച് ഉപദ്രവിക്കുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് പിശാച് ഉപദ്രവിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ അവൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അനേക വിശ്വാസികളെന്ന് പറയുന്നവരിൽ അനേകരും പിശാചിൻ്റെ മോഹങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുള്ളതൊരു ദുഃഖകരമായ കാര്യമാണ്. ഇപ്പോൾ ദൂഷണം പറയുക, സഹോദരന്മാരെ കുറ്റം പറയുക, അല്ലെങ്കിൽ സഹോദരിമാരെ കുറ്റം പറയുക, പരദൂഷണം പറയുക, നുണ പറയുക, വ്യാജം കാണിക്കുക, ഇതെല്ലാം ഫോഷ്കിൻ്റെ ആത്മാവായ സാത്താൻ്റെ ആത്മാവിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകുന്നുണ്ടെങ്കിൽ നാം മനസ്സിലാക്കണം, ആ വിശ്വാസി സാത്താൻ്റെ അധീനതയിലാണ്, അല്ലെങ്കിൽ സാത്താനെ പ്രസാദിപ്പിക്കുന്ന രീതിയിലുള്ള ജീവിതശൈലിയാണ് നയിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, സഹോദരന്മാരെ രാപകൽ കുറ്റം പറയുന്ന അപവാദിയായ പിശാചിനെ. അപ്പോൾ പിശാച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന ആ പിശാചിൻ്റെ ആത്മാവിലുള്ള അനേക വിശ്വാസികളുണ്ട്. അതുപോലെ പോഷ്കിൻ്റെ ആത്മാവിലുള്ളവരുണ്ട്, വ്യാജം കാണിക്കുന്നവരുണ്ട്, കപടം കാണിക്കുന്നവരുണ്ട്. അവരൊക്കെയും വാസ്തവത്തിൽ പിശാചിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നവരാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അവരെ പിശാച് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പിശാച് ഉപയോഗിക്കുന്ന അനേക വിശ്വാസികളുണ്ടെങ്കിൽ പിശാച് ഉപദ്രവിക്കുന്ന വിശ്വാസികൾ വളരെ കുറവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ചില വിശ്വാസികളെ മാത്രം പിശാച് ഉപദ്രവിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ദുരാത്മാവ് അവരോട്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആർ എന്ന് ചോദിച്ചു. ഇവിടെ ദുരാത്മാവുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യനിലുള്ള ദുരാത്മാവാണ് ഈ സ്കേവ എന്ന് പറയുന്ന മഹാപുരോഹിതൻ്റെ 7 പുത്രന്മാർ പൗലോസ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ, ഈ മഹാപുരോഹിതൻ്റെ മക്കളായ 7 പേര് ആ പൗലോസ് ഉപയോഗിച്ച യേശുക്രിസ്തുവിൻ്റെ നാമം ഉപയോഗിച്ച് ആ നാമം എടുത്തുകൊണ്ട് അവരും അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് ശ്രമിച്ചു. ഒരു ദുരാത്മാവിനെ പുറത്താക്കാനായിട്ട് അവർ ശ്രമിച്ചു. അപ്പോൾ ആ ദുരാത്മാവായ മനുഷ്യൻ, അല്ലെങ്കിൽ ആ മനുഷ്യനിലുള്ള ദുരാത്മാവ് അവരോട് പറയുന്ന കാര്യമാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. ദുരാത്മാവ് അവരോട്, യേശുവിനെ ഞാൻ അറിയുന്നു. അപ്പോൾ ദുരാത്മാവിനെ യേശുവിനെ നന്നായിട്ട് അറിയാം എന്നുള്ളതാണ്. രണ്ടാമത് ആ ദുരാത്മാവ് പറയുന്നത്, പൗലോസിനെയും എനിക്ക് പരിചയമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിനെ നന്നായിട്ട് അറിയാം ദുരാത്മാവിനെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുക്രിസ്തു പല സന്ദർഭത്തിലും പല സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴും ദുരാത്മാവ്, അല്ലെങ്കിൽ പിശാചിൻ്റെ ആത്മാവ്, അശുദ്ധാത്മാവ് ഉറക്കെ നിലവിളിച്ച് ആ വ്യക്തിയിൽ നിന്ന് പുറപ്പെട്ടു പോയി എന്നൊക്കെ നമ്മൾ സുവിശേഷങ്ങളിൽ മത്തായി, മർക്കോസിൽ, ലൂക്കോസിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദുരാത്മാവിന് യേശുവിനെ നല്ല പരിചയമുണ്ട്, നന്നായിട്ടറിയാം. അതിനുശേഷം അവർ പറയുന്നത്, എനിക്ക് പൗലോസിനെയും പരിചയമുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ഈ വേദവാക്യം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ അതിശയം തോന്നിയൊരു കാര്യമുണ്ട്. എന്തെന്നറിയോ? ഈ ദുരാത്മാക്കൾക്ക് പൗലോസിനെ പരിചയമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പൗലോസിനെ, യേശുവിനെ അറിയുന്നത് പോലെ തന്നെ പൗലോസിനെയും ഈ ദുരാത്മാക്കൾക്ക് അറിയാം, അഥവാ പിശാചുകൾക്ക് അറിയാം എന്നുള്ളതാണ്. അതിൻ്റെ കാരണമാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ വേദപുസ്തകത്തിൽ ക്രിസ്തുയേശു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ
കഷ്ടമനുഭവിച്ച ഒരു വ്യക്തിയാണ് പൗലോസ്ലീഹ. മറ്റ് അപ്പോസ്തലന്മാരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ രീതിയിൽ യേശുക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിച്ച വ്യക്തിയാണ് പൗലോസ്ലീഹ അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അത്രമാത്രം കഷ്ടം അനുഭവിക്കേണ്ടി വന്ന കാരണം എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് അനുഭവിക്കേണ്ടി വന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിശാചിൻ്റേതായ ഒരു പ്രവൃത്തിയാണ്. എന്തുകൊണ്ടാണ് പിശാച് അങ്ങനെ പ്രവർത്തിച്ചതെന്ന് വെച്ചാൽ, പിശാച് എന്ന് പറയുന്നത് പലരും ധരിച്ചിരിക്കുന്നത് ഇങ്ങനെ കൊമ്പൊക്കെ വെച്ച് ഒരു പല്ലൊക്കെ ഇങ്ങനെ നീട്ടി തേറ്റയുള്ള പല്ലൊക്കെ വെച്ച് ചെവിയൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുന്ന, കണ്ണൊക്കെ ഇങ്ങനെ വളരെ എന്നാ പറയണേ ഭയങ്കര ഭയാനകമായ കണ്ണുകളൊക്കെയുള്ള, ശരീരത്തിലെ കൈകാലുകൾക്കൊക്കെ നഖവും അസ്ഥിയൊക്കെ പ്രത്യേക രീതിയിലൊക്കെ ഇരിക്കുന്ന ഇങ്ങനെ ഒരു രൂപമാണ് പിശാച് എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു രൂപമല്ല പിശാച് എന്ന് നമുക്ക് വേദപുസ്തകം പഠിച്ചാലായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു രൂപം ഉള്ള ഒരു വ്യക്തി മത്തായി സുവിശേഷത്തിലും മർക്കോസ് ലൂക്കോസ് സുവിശേഷങ്ങളിലുമൊക്കെ യേശുവിനെ പരീക്ഷിക്കാനായിട്ട് സാത്താൻ വന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രൂപം ധരിച്ചല്ല സാത്താൻ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നത്. ഉൽപ്പത്തിയിൽ ആദമൻ്റെ ഹവ്വയുടെ അടുക്കിലേക്ക് സാത്താൻ പോയത് അങ്ങനെ ഒരു ഭീകര രൂപം ധരിച്ചുകൊണ്ടല്ല പോയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാത്താന് ഭീകരമായ ഒരു രൂപം, മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഒരു രൂപമില്ല. പക്ഷേ മനുഷ്യനെ സാത്താൻ രണ്ട് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരു രീതി എന്ന് പറയുന്നത് മനുഷ്യനെ അവൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നിസ്സാര കാര്യം സാത്താന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന് തുടർന്ന് നമ്മൾ വീണ്ടും വീണ്ടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ വ്യക്തി സാത്താൻ്റെ അധീനതയിലാണ്, സാത്താൻ്റെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് സാത്താൻ ഒരു കാരണവശാലും അവരെ ഉപദ്രവിക്കുകയില്ല. ഇപ്പോൾ സാത്താന് പ്രയോജനകരമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സാത്താനെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെയും സാത്താൻ ഉപദ്രവിക്കുകയില്ല. മറിച്ച് അവർക്ക് കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ നൽകുകയേ ഉള്ളൂ. ഞാനിങ്ങനെ അതിശയമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. എന്നാണെന്നറിയോ? യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന പത്രോസിലും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന യൂദായിലും സാത്താൻ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പത്രോസിനെ ഉപയോഗിച്ചുകൊണ്ട് സാത്താൻ ചെയ്തൊരു പണിയുണ്ട്. എന്താണെന്നറിയോ? യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ ഒഴിവാക്കാനായിട്ട് സാത്താൻ പത്രോസിനെ ഉപയോഗിച്ചുകൊണ്ട് സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത്രയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന ആ പത്രോസിനെ പോലും സാത്താൻ ഉപയോഗിക്കാൻ കഴിഞ്ഞു എങ്കിൽ സാധാരണ വിശ്വാസികളായിരിക്കുന്ന യേശുക്രിസ്തുവിനോട് കൂടെ നടക്കാത്ത, യേശുക്രിസ്തുവിനെ കണ്ടിട്ടില്ലാത്ത, യേശുക്രിസ്തുവിനെ അറിയാത്ത സാധാരണ വിശ്വാസികളെ സാത്താൻ എത്രയധികമായി ഉപയോഗിക്കും എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയെ ഈ ലോകത്തിൽ ഇത്രമാത്രം ശാരീരിക പീഡനങ്ങളിലൂടെയും മാനസിക വ്യതകളിലൂടെയും എല്ലാം കടന്നു പോകുവാൻ, കഷ്ടങ്ങളിലൂടെ കടന്നു പോകുവാൻ കാരണമായി തീർന്നതിൻ്റെ ആ കാരണം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് സാത്താൻ ചില വിശ്വാസികളെ ഉപദ്രവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് ഞാനിങ്ങനെ പറയാം. ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു ദൈവ പൈതലിനെ സാത്താൻ തീർച്ചയായിട്ടും ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. അത് പല വിധത്തിലാകാം. മാനസിക പ്രശ്നങ്ങൾ ഇട്ടുകൊണ്ടാകാം, ശരീരത്തിൽ രോഗം വരുത്തിക്കൊണ്ടാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലേശങ്ങളിൽ കൂടെ ആവാം, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ടുകൊണ്ടാകാം. ഏത് വിധേനയെങ്കിലും സാത്താൻ ആ വ്യക്തിയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വിശ്വാസി അല്ലെങ്കിൽ ആ ഭക്തൻ അല്ലെങ്കിൽ ആ വ്യക്തി ദൈവരാജ്യത്തിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുന്നു എന്ന് തോന്നുന്നത് കൊണ്ടാണ് സാത്താൻ ആ വ്യക്തിയെ ഉപദ്രവിക്കുന്നത്. അവനെ നിരാശപ്പെടുത്തുന്നു, അവൻ്റെ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം അവൻ്റെ ജീവിതത്തിലേക്ക് പല പ്രശ്നങ്ങളെ കൊണ്ടിടുന്നു, അവന് ശാരീരികമായ രോഗങ്ങളെ കൊണ്ടിടുന്നു. അങ്ങനെയുള്ള പല വിധത്തിൽ സാത്താൻ
യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന വിശ്വാസികളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചിലരിങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വിശ്വാസം ത്യജിക്കുകയും നിരാശപ്പെടുകയും ദൈവത്തെ അവിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന, ദൈവരാജ്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് സാത്താൻ പ്രവർത്തിക്കുന്നതാണെന്ന് തിരിച്ചറിയുവാനും അതിൽ ജയം പ്രാപിക്കുവാനും കഴിയും എന്നുള്ളതാണ്. ഈ പൗലോസ് അപ്പോസ്തലൻ പല ആവർത്തി പറയുന്നുണ്ട്, പിശാചിനോട് എതിർത്ത് നിൽക്കണം, സാത്താനെ നമ്മുടെ കാൽ കീഴെ മെതിച്ച് കളയണം, സാത്താൻ്റെ തന്ത്രങ്ങളോട് നമ്മൾ എതിർത്ത് നിൽക്കണം എന്നിങ്ങനെ പല ആവർത്തി അദ്ദേഹം പ്രബോധനമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ സാത്താൻ്റെ തന്ത്രങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം നന്നായി മനസ്സിലാക്കിയിരുന്ന അപ്പോസ്തലനാണ് പൗലോസ് അപ്പോസ്തലൻ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ അങ്ങനെയുള്ള പ്രബോധനങ്ങൾ നമുക്ക് നൽകിയത്. ഈ പത്രോസിലൂടെ പിശാച് സംസാരിച്ചത് എന്താണെന്നറിയോ? അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാനത് വായിച്ച് കേൾപ്പിക്കാം. പത്രോസിനെ ഉപയോഗിച്ചുകൊണ്ട് സാത്താൻ യേശുവിനോട് സംസാരിച്ചപ്പോൾ യേശുക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ്. പത്രോസ് യേശുക്രിസ്തുവിനെ വേറിട്ട് കൊണ്ടുപോയി. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. എന്നിട്ട് പത്രോസ് യേശുവിനോട് പറയാണ്, അതരുത്, നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി. അപ്പോൾ യേശുക്രിസ്തുവിനെ ശാസിക്കുകയാണ് പത്രോസ് അപ്പോസ്തലൻ. എന്ത് ചെയ്യരുത്? യെരുശലേമിൽ വെച്ച് യേശുക്രിസ്തു കൊല്ലപ്പെടുമെന്നും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ പത്രോസ് പറയുകയാണ്, അരുതരുത്, അങ്ങനെ സംഭവിക്കരുത് എന്ന് പറയുകയാണ്. അപ്പോൾ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞാൽ പരാജയം സംഭവിക്കുന്നത് സാത്താനാണ്. അപ്പോൾ സാത്താനെ പരാജയപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം. അപ്പോൾ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർക്കം വെപ്പിച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടുമെന്നുള്ള കാര്യം അറിയാവുന്ന സാത്താൻ പത്രോസിനെ ഉപയോഗിച്ചുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, അരുത്, അങ്ങനെ സംഭവിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു അവനോട് പറയുന്നതെന്നറിയോ? യേശു തിരിഞ്ഞ പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോകും, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ മാനുഷികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പത്രോസ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിനോട് പറഞ്ഞത് ഒരു നല്ല കാര്യമാണ്. യേശുക്രിസ്തു മരിക്കരുതെന്നുള്ള ഒരു നല്ല ആഗ്രഹത്തോടെയാണ് പറയുന്നത്. അപ്പോൾ സാത്താൻ പറഞ്ഞത് നമ്മൾ മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല കാര്യമാണ്. ഇന്നും സാത്താൻ അനേകരെ ഉപയോഗിക്കുന്നതും അങ്ങനെ തന്നെയാണ്. മാനുഷികമായിട്ട് നോക്കുമ്പോൾ ചില നല്ല കാര്യങ്ങളാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ, നമുക്കറിയാവുന്ന അല്ലെങ്കിൽ നമ്മളെ ശരിക്ക് കരുതുന്ന, ഇപ്പോൾ കൊരിന്ത്യ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം കെട്ടുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ ആ വാക്യം വായിച്ച് കേൾപ്പിക്കാം. 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ, ആകയാൽ അവൻ്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമില്ല. അപ്പം നീതിയുടെ ശുശ്രൂഷക്കാരായിട്ട് വേഷം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നീതിയുടെ ശുശ്രൂഷകന്മാരായി അഭിനയിച്ചുകൊണ്ട് സാത്താൻ വരുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് സാത്താൻ്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിയണം എന്ന് പറഞ്ഞത്. അപ്പോൾ സാത്താൻ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ നല്ലതെന്നും തോന്നുന്ന കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടാണ് മനുഷ്യനിലൂടെ പ്രവർത്തിക്കുന്നത്. പത്രോസിലൂടെ സാത്താൻ പ്രവർത്തിച്ചത് അങ്ങനെയാണ്. മാനുഷികമായിട്ട് യേശുക്രിസ്തുവിനോട് പറഞ്ഞു, നീ മനുഷ്യരുടേതാണ് ചിന്തിക്കുന്നത്, നീ ദൈവത്തിൻ്റേതല്ല ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവിക കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന വിധത്തിൽ മാനുഷികമായ നല്ല കാര്യങ്ങളെന്ന് തോന്നുന്ന കാര്യങ്ങളെ ഇട്ടുകൊണ്ടാണ് സാത്താൻ വിശ്വാസികളെ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. അതായത് ദൈവിക കാര്യങ്ങൾക്ക്, ദൈവിക പദ്ധതിക്ക് തടസ്സം സൃഷ്ടിക്കുന്ന വിധത്തിൽ മാനുഷികമായിട്ട് ചിന്തിച്ചാൽ നല്ല കാര്യങ്ങളെന്ന് തോന്നുന്ന കാര്യങ്ങളെ ശുശ്രൂഷകന്മാരിലൂടെയും മറ്റുള്ള വിശ്വാസികളിലൂടെയും അവതരിപ്പിച്ചുകൊണ്ടാണ് സാത്താൻ അവരെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകും എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കണം. പിശാചിൻ്റെ രാജ്യത്തെ കടന്നാക്രമിച്ചുകൊണ്ട് പിശാചിന്
ദൈവാത്മാവിനാൽ ശുശ്രൂഷ ചെയ്ത് അവരെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുന്നതായ ഭക്തന്മാരെയാണ് സാത്താൻ ഉപദ്രവിക്കുന്നത്. ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം. സാത്താൻ്റെ രാജ്യത്തിന് കോട്ടം തട്ടുമാറ്, അല്ലെങ്കിൽ സാത്താൻ്റെ രാജ്യത്തിന് നഷ്ടം വരുമാറ് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി ദൈവശക്തിയാൽ പരിശ്രമിക്കുന്ന ദൈവദാസന്മാരെയും ദൈവദാസിമാരെയുമാണ് സാത്താൻ ഉപദ്രവിക്കുന്നത്. സാത്താൻ്റെ രാജ്യത്തിൽ അവർ കയ്യേറുന്നു എന്നുള്ളതാണ്. പിശാചിൻ്റെ അനുയായികളെ അവർ കയ്യേറുന്നു എന്നുള്ളതാണ്. അവരെ കയ്യേറിക്കൊണ്ട് അവരെ സ്വർഗരാജ്യത്തിൻ്റെ അടിമകളാക്കുവാൻ, അല്ലെങ്കിൽ അവൻ്റെ പൗരന്മാരാക്കുവാൻ വേണ്ടി അവരെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന്, സാത്താൻ്റെ ലോകത്ത് നിന്ന് വിടുവിക്കുന്നത് കൊണ്ട് ആ ദൈവാത്മാവിനാലും ദൈവശക്തിയാലും ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കപ്പെടുന്ന വ്യക്തികളെയാണ് സാത്താൻ ഉപദ്രവിക്കുന്നത്. അവരെ ഉപയോഗിക്കുവാൻ സാത്താന് കഴിയില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുമെന്നറിയോ? അവരെ ഉപദ്രവിക്കും. അപ്പോൾ ഇരുട്ടിൻ്റെ അധികാരത്തിലിരിക്കുന്ന മനുഷ്യനെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ശുശ്രൂഷ ചെയ്യുന്ന വിശുദ്ധന്മാരെയാണ്. അവരെ ഉപയോഗിക്കുവാൻ സാത്താന് കിട്ടത്തില്ല. അതുകൊണ്ട് സാത്താൻ അവരെ ഉപദ്രവിക്കുന്നു എന്നുള്ളതാണ്. അവരെ ഉപദ്രവിച്ച് പരാജയപ്പെടുത്തുവാൻ, നശിപ്പിക്കുവാൻ സാത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ വിശ്വാസികൾക്കും സാത്താൻ്റെ ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നില്ല. അപൂർവം ചിലർക്ക് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ അപൂർവം ചിലർ മാത്രമേ ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി അധ്വാനിച്ചുകൊണ്ട് ഇരുട്ടിൻ്റെ അധികാരത്തിൽ കിടക്കുന്ന മാനവരാശിയെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവാത്മാവിൻ്റെ ശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ട് അവരെ രക്ഷിക്കുവാൻ തക്കവണ്ണം, അവരെ ദൈവരാജ്യത്തിലേക്ക് പൗരന്മാരാക്കി കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇവർ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് സാത്താൻ ഇവരെ ഉപദ്രവിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സാത്താൻ അനേകരെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം അവരെല്ലാം സാത്താൻ്റെ അനുയായികളും പിണയാളികളും സാത്താൻ്റെ അധീനതയിലും സാത്താനെ പ്രസാദിപ്പിക്കുന്നവരുമായിട്ട് കിടക്കുന്നത് കൊണ്ട് സാത്താൻ അവരെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല. സാത്താൻ്റെ ആൾക്കാരാണ് അവരെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല. പക്ഷെ മറിച്ച് സാത്താൻ്റെ രാജ്യത്തിൽ നിന്ന് ഒരുത്തനെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരുത്തനുണ്ടെങ്കിൽ അവനെയാണ് സാത്താൻ ഉപദ്രവിക്കുന്നത്. സാത്താൻ്റെ രാജ്യത്തിൽ കയ്യേറി അവിടെ നിന്ന് സാത്താൻ്റെ അനുയായികളിൽ ഒരുത്തനെ ദൈവരാജ്യത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്ന വ്യക്തി ആരാണോ അവനെയാണ് സാത്താൻ ഉപദ്രവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അനേക രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ മിക്ക കൊലപാതകങ്ങളും പ്രതികാര ചിന്തയോടുകൂടി ചെയ്തതാണ്. അതിൽ ചില കൊലപാതകങ്ങൾ എങ്ങനെയാണെന്നറിയോ? ഒരു പാർട്ടിയിൽ നിന്ന് ഒരു വ്യക്തി പോയിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ചേർന്ന് ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് ശക്തമായി പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ഈ വിട്ടുപോയ പാർട്ടിക്കാർ ആ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയവനെ കൊന്നുകളയും, അല്ലെങ്കിൽ അവനെ ഉപദ്രവിക്കും. ഇതേ തത്വം തന്നെയാണ് ഈ പിശാചൻ ചെയ്യുന്നത്. അതായത് പിശാചിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പിശാചിനെ പ്രസാദിപ്പിച്ചു കൊണ്ടിരുന്ന വ്യക്തി പിശാചിൻ്റെ രാജ്യത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് ചേക്കേറി കഴിയുമ്പോൾ ആ വ്യക്തിയെ കൊണ്ടുപോയ ആ വ്യക്തിയെ ഉപദ്രവിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പറയാം, ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥയ്ക്കും ദൈവിക വ്യവസ്ഥയ്ക്കും ദൈവത്തിനും വേണ്ടി പ്രയോജനപ്പെടുന്ന വ്യക്തിയെ മാത്രമേ സാത്താൻ ഉപദ്രവിക്കുന്നുള്ളൂ. മറിച്ച് മാനുഷികമായ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരും ദൈവിക പദ്ധതിക്ക് വിഘ്നം നിൽക്കുന്നവരും ദൈവിക വ്യവസ്ഥയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നവരുമായവരെയെല്ലാം സാത്താൻ ഉപയോഗിക്കുകയാണ്. കാരണം അതിൻ്റെ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ സാത്താൻ്റെ രാജ്യത്തിൽ നിന്ന് ആരും നഷ്ടമാവുന്നില്ല. അപ്പോൾ മാനുഷികമായിട്ട് മനുഷ്യരുടേതെന്ന് പറയുന്ന നല്ല കാര്യങ്ങളെ നോക്കിക്കൊണ്ട് മനുഷ്യർക്ക് നല്ലതെന്നുള്ള കാര്യങ്ങളാണെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവ പദ്ധതിക്ക് തടസ്സം സൃഷ്ടിക്കുന്ന
ഏതൊരു കാര്യവും പിശാച് വിശ്വാസികളിലൂടെ ജനത്തിന് നൽകിക്കൊണ്ട്, വെളിച്ചദൂതൻ്റെ വേഷം കെട്ടിക്കൊണ്ട്, നീതിയുടെ ശുശ്രൂഷകന്മാരായി അഭിനയിച്ചുകൊണ്ട് പിശാച് അവരെ ഉപയോഗിക്കുമ്പോൾ, ദൈവരാജ്യത്തിന് വേണ്ടി പിശാചിൻ്റെ രാജ്യത്തെ കടന്നാക്രമിക്കുന്ന വിശുദ്ധന്മാരായ ശക്തന്മാരായ വിശ്വാസികളെയാണ് സാത്താൻ ഉപദ്രവിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസിനെ നരകത്തിനറിയാമെന്ന് പറയുന്നത്. നരകത്തിലുള്ള ദുരാത്മാക്കൾക്ക് രണ്ട് വ്യക്തിയെ നന്നായിട്ടറിയാം. ആ ദുരാത്മാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: യേശുവിനെ എനിക്കറിയാം, പൗലോസിനെയും എനിക്ക് പരിചയമുണ്ട്. അപ്പം നരകത്തിൽ പരിചയമുള്ള, ദുരാത്മാക്കൾക്ക് പരിചയമുള്ള ഒരു വിശുദ്ധനാണ് പൗലോസ് എന്ന് പറയുന്നത്. പ്രിയ സഹോദരന്മാരെ, ഞാനൊന്നും പറയട്ടെ. ഇന്ന് നമ്മുടെ ഈ ലോകത്തിൽ, വിശ്വാസ സമൂഹത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്ത് ഭൂതങ്ങളെ പുറത്താക്കുന്ന, അത്ഭുതങ്ങൾ ചെയ്യുന്ന, രോഗശാന്തി വരപ്രാപ്തരായിരിക്കുന്ന, വീരപ്രവൃത്തികൾ ചെയ്യുന്ന എന്നൊക്കെ അവകാശപ്പെടുന്ന അനേക ശുശ്രൂഷകന്മാരുണ്ട്, ഭക്തന്മാരുണ്ട്, പാസ്റ്റർമാരുണ്ട്. അവരെക്കുറിച്ച് ദുരാത്മാവിനൊരു സാക്ഷ്യം പറയാൻ പറ്റുമോ? യേശുവിനെ എനിക്കറിയാം, പൗലോസിനെയും പരിചയമുണ്ട്. നീ ആരാണെന്നാണ് ഈ സ്കേവയുടെ ആൾക്കാർ ചോദിച്ചത്. നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നാണ് ദുരാത്മാവ് പറയുന്നത്. അപ്പോൾ ഇന്നും ദുരാത്മാവ് അങ്ങനെ തന്നെയാണ് പറയുന്നത്. യേശുവിനെ അറിയാം, പൗലോസിനെ അറിയാം. അപ്പോൾ ദൈവരാജ്യത്തിലേക്ക് വേണ്ടി ജനത്തെ, സാത്താൻ്റെ രാജ്യത്തിൽ നിന്ന് ജനത്തെ രക്ഷിച്ചത് യേശുക്രിസ്തുവും പൗലോസുമാണ്. അതുകൊണ്ടാണ് നരകത്തിൻ്റെ നേതാക്കന്മാർക്ക്, നരകത്തിലെ ആത്മാക്കൾക്ക് പൗലോസിനെയും യേശുവിനെയും നന്നായിട്ടറിയാം. പക്ഷേ ഈ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ ചെയ്യുന്ന പല വ്യക്തികളെയും സാധാരണ അറിയുക പോലുമില്ല. കാരണം എന്താണെന്ന് അറിയുമോ? അവർ അധർമ്മം പ്രവർത്തിക്കുന്നവരും സാത്താൻ ഉപയോഗിക്കുന്ന വ്യക്തികളുമാണ് എന്നുള്ളതാണ്. അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ പൗലോസിനെ സാത്താൻ അറിയാം, ദുരാത്മാവിനറിയാം, പൗലോസിനെ പരിചയമുണ്ട്. എന്തുകൊണ്ടാണ്? പൗലോസ് ഈ അന്ധകാരത്തിൻ്റെ അധിപതിയായ പിശാചിൻ്റെ രാജ്യത്തിൽ കടന്നാക്രമിച്ചുകൊണ്ട് അനേക മനുഷ്യനെ ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് പൗലോസ്. അതുകൊണ്ട് പൗലോസിനെ പിശാചുകൾക്ക് അറിയാം, പൗലോസിനെ പരിചയമുണ്ടെന്നാണ് അവർ പറയുന്നത്. പ്രിയ സഹോദരന്മാരെ, എന്നെ ശ്രദ്ധിക്കുന്ന ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ഈ തലമുറയിൽ എത്ര പേരൊക്കെ ഇങ്ങനെ ഒരു സാക്ഷ്യം കേൾക്കാൻ കഴിയും? അന്ധകാരത്തിൽ കിടക്കുന്ന, പിശാചിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന എത്ര പേരെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ തന്നെത്താനൊന്ന് ശോധന ചെയ്യണം. ദൈവത്തിൻ്റെ ശക്തിയോടും ആത്മാവോടും കൂടെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും സാത്താൻ അവരെ ഉപദ്രവിച്ചിരിക്കും. മറിച്ച് സാത്താനെ പ്രസാദിപ്പിച്ചുകൊണ്ട് സാത്താൻ്റെ ഇഷ്ടം ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഒരു കാരണവശാലും സാത്താൻ അവരൊരു ശല്യമല്ല. അവരെക്കൊണ്ട് സാത്താൻ ഒരു നഷ്ടവുമില്ല. അതുകൊണ്ട് അവരെ സാത്താൻ സഹായിക്കുക മാത്രമുള്ളൂ, ഒരിക്കലും ഉപദ്രവിക്കുകയില്ല. എന്നാൽ സാത്താന് നഷ്ടം വരുത്തുന്ന, സാത്താൻ്റെ രാജ്യത്തെ കടന്നാക്രമിക്കുന്ന, ദൈവത്തിൻ്റെ ശക്തിയാൽ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന വിശുദ്ധന്മാരെ സാത്താൻ ഉപദ്രവിക്കും എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ ദുരാത്മാക്കൾക്ക് പരിചയമുണ്ട്. ദുരാത്മാക്കൾ അവരെ തിരിച്ചറിയും. അവർക്ക് ഏതൊരു വിധത്തിലുള്ള പീഡനങ്ങളും കൊടുക്കും. ശാരീരിക പീഡനമാകാം, രോഗം കൊടുത്താവാം, മാനസികമാകാം. ഏതു വിധേനയും അങ്ങനെയുള്ളവരെ തകർത്ത് കളയുവാൻ സാത്താൻ ഒരുമ്പിടും, അല്ലെങ്കിൽ അതിന് തയ്യാറാകും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനമില്ലാത്ത അനേക വിശ്വാസികളുണ്ട്. അവരെ സംബന്ധിച്ച് സാത്താൻ ഒരു വിഷയവുമില്ല. സാത്താൻ അവരെ ശ്രദ്ധിക്കുന്ന പോലുമില്ല. എന്നാൽ സാത്താന് നഷ്ടം വരുത്തുന്ന, സാത്താൻ്റെ രാജ്യത്തിന് ഛേദം വരുത്തുന്ന, രാജ്യത്തിനെ പിടിച്ചു കുലുക്കുന്ന അപ്പോസ്തലനായ പൗലോസിനെ പോലെയുള്ള വിശുദ്ധന്മാരെ സാത്താൻ വെറുതെ വിടുകയില്ല എന്നുള്ള കാര്യം നാം തിരിച്ചറിയണം. അതുകൊണ്ട് ഒരു ഉപയോഗിക്കുന്ന വിശ്വാസിയായിരിക്കാതെ സാത്താൻ ഉപദ്രവിക്കുന്ന വിശ്വാസിയായിരിക്കുന്നുവെങ്കിൽ നാം ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരും സാത്താൻ്റെ രാജ്യത്തിന് ഭീഷണിയുമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ സാത്താൻ്റെ രാജ്യത്തിന് നാം ഭീഷണിയായി തീർന്നാൽ സാത്താൻ നമ്മളെ ഉപദ്രവിക്കും.
ദൈവരാജ്യത്തിന് തടസ്സം നിൽക്കുന്ന നമ്മളെ സാത്താൻ പ്രലോഭിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. നാം ദൈവ പദ്ധതിക്ക് തടസ്സം നിന്നുകൊണ്ട് സാത്താൻ്റെ ഒരു ഉപയോഗ വസ്തുവായി മാറുകയാണോ, അല്ലെങ്കിൽ സാത്താന് വേണ്ടി നമ്മൾ ഉപയോഗിക്കപ്പെടുകയാണോ, മറിച്ച് ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി പോരാടുകയാണോ? നമുക്കൊരു പരീക്ഷ നേരിടുമ്പോൾ, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, നമുക്കൊരു കഷ്ടം വരുമ്പോൾ നമ്മൾ പരിശോധിക്കണം. എല്ലാ ഉപദ്രവങ്ങളും സാത്താൻ കൊണ്ടുവരുന്നതല്ല. സാത്താൻ്റെ രാജ്യത്തെ ആക്രമിക്കുന്ന, സാത്താന് നഷ്ടം വരുന്ന ഉപദ്രവങ്ങൾ വരുത്തുന്ന വ്യക്തികളെ മാത്രമേ സാത്താൻ ഉപദ്രവിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം പാപത്തിൻ്റെ പ്രതിഫലമായിട്ടുള്ള രോഗങ്ങളോ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ദുരിതങ്ങളോ ഒക്കെ ആകാം. അത് സാത്താൻ കൊണ്ടുവരുന്നതാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. സാത്താൻ കൊണ്ടുവരുന്ന ഉപദ്രവങ്ങൾ എന്ന് പറയുന്നത് അത് ഏത് വിധേനയായാലും ദൈവരാജ്യത്തിന് പ്രയോജനകരമായി തീരുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പൊന്ന് സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്കൊരു കഷ്ടം വരുമ്പോൾ, ഉപദ്രവം വരുമ്പോൾ, അല്ലെങ്കിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, സംഘർഷത്തിലകപ്പെടുമ്പോൾ, നിരാശകൾ കടന്നു വരുമ്പോൾ സാത്താനോട് നമുക്ക് പോരാടേണ്ടതുണ്ട്. അവൻ്റെ തന്ത്രങ്ങളെ നമ്മൾ എതിർക്കേണ്ടതുണ്ട്. ആ തന്ത്രങ്ങളെ നമ്മൾ ജയിക്കേണ്ടതുണ്ട്. അവനെ നമ്മൾ തോൽപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. മറിച്ച് നാം ദൈവരാജ്യത്തിന് ഒരു പ്രയോജനവുമില്ല, നമ്മൾ രക്ഷിക്കപ്പെട്ടു, ഞായറാഴ്ച പോയി കർത്താവിനെ ആരാധിച്ചു, അങ്ങനെ വിശ്വാസി എന്നുള്ള ലേബലിൽ നമ്മളിങ്ങനെ ജീവിക്കുകയാണെങ്കിൽ സാത്താൻ നമ്മൾ ഒരു വിധത്തിലും ഉപദ്രവിക്കുന്നില്ല. നാം സാത്താൻ്റെ അധീനതയിലും സാത്താൻ്റെ നിയന്ത്രണത്തിലുമാണ്. നമ്മെ കൊണ്ട് സാത്താൻ ഒരു നഷ്ടവുമില്ല. അപ്പോൾ സാത്താന് നഷ്ടമില്ലാത്ത ഒരു വിശ്വാസിയായിട്ടാണോ ജീവിക്കേണ്ടത്, അതോ സാത്താൻ്റെ രാജ്യത്തെ കടന്നാക്രമിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ സാത്താൻ്റെ ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വന്നാലും ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വിശ്വാസിയാണോ നാം എന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ യേശുവിനെ സാത്താൻ അറിയാം, പൗലോസിനെയും സാത്താൻ അറിയാം. നമ്മളെ സാത്താൻ അറിയാമോ? ദുരാത്മാക്കൾക്ക് നമ്മളെ അറിയാമോ? അത് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.